ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇൻക്യുബേറ്ററിലെ കുഞ്ഞുങ്ങളാണെന്നുള്ളത്. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനലിൽ ആരും കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാട്ടോ. സങ്കടം എന്ന് പറഞ്ഞാൽ വിഷമവും എന്താ പറയുക, നമുക്ക് ഒരു എന്താ പറയുക മാനസികമായിട്ടൊരു തളർച്ച ഉണ്ടായല്ലോ. ആ ഒരു സംഭവം തന്നെയാട്ടോ എനിക്കും ഇപ്പോൾ ഉള്ളത്. 2 ദിവസം ഞാൻ നല്ലതുപോലെ മൂഡ് ഓഫ് തന്നെയായിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, നമ്മൾ ഇൻക്യുബേറ്ററിലെ മുട്ടകളൊക്കെ ഏകദേശം ഒരു 6 കുഞ്ഞുങ്ങളാട്ടോ വിരിഞ്ഞത്. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ഒന്നും ചെയ്യാനൊന്നും പോയില്ല, തനിയെ വിരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആകെ കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മളും കൂടി പൊട്ടിച്ചു കൊടുത്തിട്ട് ഇനി അതിനെന്തെങ്കിലും അംഗവൈകല്യങ്ങൾ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം എന്തായാലും നമ്മളെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഞാൻ വേറൊരു നമുക്ക് ഇന്നലെ മനുഷ്യരുടെ പണി വരാൻ കുറച്ച് വൈകി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ ഇൻക്യുബേറ്ററിൽ ബൾബൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് എന്താ പറയുക കുഞ്ഞുങ്ങളെ പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക റൊട്ടേഷൻ്റെ ആ ഒരു ബോക്സൊക്കെ എടുത്ത് മാറ്റി നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് കുറച്ച് വെള്ളവും അതേപോലെ സ്റ്റാർട്ടറും ഇട്ടിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ. ഇതിലിപ്പോൾ 6 കുഞ്ഞുങ്ങളായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു ഇൻക്യുബേറ്ററിൽ ഒരു കുഞ്ഞും കൂടി വിരിയാനുണ്ട്. അത് വിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി ഉഷാറായി വരാണ്ട്. ഇപ്പൊ ഇവരൊക്കെ എന്താ പറയുക, ഈ 6 കുഞ്ഞുങ്ങൾ ഒന്ന് പിന്നെ അതിന്റെ രോമൊക്കെ ഒന്ന് ഉണങ്ങി വന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറാട്ടോ. മറ്റേ കോയിനെ പോയി ഇങ്ങനെ കുത്തുകട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ ബൾബും ഫാനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ രാത്രി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റിയത്. പിന്നെ ഞാൻ ഇത് പഴയ നമ്മളെ കയ്യിൽ വേറൊരു ഇൻക്യുബേറ്റർ ആട്ടോ, അതിലേക്ക് മാറ്റിട്ടോ. അപ്പൊ എന്തായാലും ആൾക്കാരൊക്കെ നല്ല ക്ഷീണത്തിലാട്ടോ. എന്തായാലും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇത് നമ്മൾ പഴയ ഇൻക്യുബേറ്റർ കണ്ടില്ലേ, ഇതിൽ കുറെ എന്താ പറയുക വയറും കാര്യങ്ങളൊക്കെ എലിയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വേറെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പൊടി തട്ടി എടുത്താട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞാട്ടോ വിരിയാണത്. അപ്പൊ ഇതിനെ ഇങ്ങനെ വന്ന് കൊത്തു കേട്ടോ. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ വേഗം അവരെയൊക്കെ വേഗം വേറെ ആക്കിയത്. അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞ് ഏകദേശം ഇപ്പൊ വിരിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണത്തിലാട്ടോ. പിന്നെ നമ്മളെ ആ കുഞ്ഞിന്റെ അടുത്തുള്ള കോഴിമുട്ടയൊക്കെ വിരിയാൻ ഉള്ള മുട്ടകളാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയാം. പിന്നെ ഈ മാർക്ക് ചെയ്ത കോഴിമുട്ടയൊക്കെ നമ്മൾ ഫസ്റ്റ് ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെച്ച് 7ാം ദിവസം കരൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് മുട്ട കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് മാറ്റി വെച്ച കോഴിമുട്ടയാട്ടോ ഈ ഒരു മാർക്ക് ചെയ്ത് വെച്ച കോഴിമുട്ട. ഇത് ഞാൻ കടലാസ് പെൻസിലോണ്ട് അതിന് മാർക്ക് ചെയ്തത്. പിന്നെ എന്താ പറയാ, ഇവര് വിരിഞ്ഞിറങ്ങുമ്പോൾ വെള്ളവും അതേപോലെ അവരതൊക്കെ ആയിട്ട് കോഴിമുട്ട മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളെ കളർ പെൻസിലിനെ കൊണ്ടൊന്ന് മാർക്ക് ചെയ്താട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ഇതിൽ ഞാൻ 12 മുട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 4 കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു കേട്ടോ. ബാക്കി എല്ലാത്തിലും കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ എന്താ അറിയില്ല, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറയും പോലെ കേട്ടോ. പിന്നെ ഈ കുഞ്ഞ് കിടക്കുന്നതിന്റെ ഇപ്പുറത്തുള്ള കോഴിമുട്ടയൊക്കെ നാശമായ മുട്ട കേട്ടോ. ഞാൻ കരൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ അറിയാൻ പറ്റി കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയാ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്ന മുട്ടയാണ്. പക്ഷെ നമ്മൾ ഇൻക്യുബേറ്ററിന്റെ ആളെ വിളിച്ചപ്പോൾ ഇൻക്യുബേറ്ററിന്റെ ആള് പറഞ്ഞത് നമ്മൾ കരൾ ടെസ്റ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നാട്ടാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിന്ന് രാവിലെ വിളിച്ച് നമ്മളെ ഇൻക്യുബേറ്ററിന്റെ ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കേടുവന്ന കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ആട്ടോ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് വിഷമമുണ്ട്. കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ മുമ്പ് നമ്മൾ ഫസ്റ്റത്തെ പഴയ ഇൻക്യുബേറ്ററിൽ കുഞ്ഞുങ്ങൾ വെച്ചപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ പുതിയൊരു ഇൻക്യുബേറ്റർ വാങ്ങാൻ തന്നെ തീരുമാനിച്ചത്. അപ്പൊ അതും നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ എന്തായാലും ആർക്കാണെങ്കിലും കോഴികളെ ഇഷ്ടപ്പെടുന്ന ആർക്കാണെങ്കിലും ഒരു വിഷമം തന്നെയല്ലേ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചത്തുപോവുക. അതും നമ്മളെ കണ്ണിന്റെ മുമ്പ് തന്നെ എന്താ പറയാ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ഒരു വിഷമം തന്നെയാണ്. അപ്പൊ ഇതാട്ടെ നമ്മുടെ കോഴിമുട്ടേന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇതിനൊരു കമന്റ് ചെയ്യാട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കോഴികൾക്ക് തന്നെ അടവെക്കാന്നൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പൊ ഒരുവിധം എല്ലാ വീട്ടുകളിലും കോഴിനെ വളർത്തുന്ന ആൾക്കാരുമാണ്, അതേപോലെ ഇൻക്യുബേറ്റർ ഉള്ള ആൾക്കാരുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതിന്റെ തെർമോസ്റ്റാൻഡൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കോഴിമുട്ട ഇങ്ങനെ കുഞ്ഞുങ്ങൾ വന്ന ശേഷം പിന്നെ ഒരു ചലനവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതാട്ടോ നമ്മൾ കരൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്.
അപ്പം എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവരും ഒന്ന് പറയാം. ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്തും കൂടി കൊടുക്കണം മറ്റുള്ളവരിലേക്ക്, കോയിനെ വളർത്തുന്നവർക്ക് കേട്ടോ. ഞാൻ ഇൻക്യുബേറ്ററിൻ്റെ ആളെ വിളിച്ച് നോക്കുമ്പോൾ അവർ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ അവിടെ വെച്ച കോഴിമുട്ട കാൻഡിൽ ടെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെയ്യാൻ പറ്റുമോ, കുഞ്ഞുങ്ങൾ ചത്തു പോവല്ലേ എന്നുള്ളത്. അപ്പോൾ അതിൽ കുറഞ്ഞ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന കുറച്ച് പേര്, നമ്മുടെ യൂട്യൂബ് ചാനൽ അത്ര വലിയ ഫേമസ് ഒന്നും അല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ തമ്പനയിലൊക്കെ കാണുമ്പോൾ ഒന്ന് എന്താ പറയുക മനസ്സിലാവുമല്ലോ എന്താണെന്നുള്ളത്. കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ പകരം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ 7 ദിവസം കഴിഞ്ഞ കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 12 കോഴിമുട്ട നമ്മൾ വേറെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്ക് ചെയ്തിട്ട്. അപ്പൊ അതില് 4 കോഴിമുട്ടയിൽ കുഞ്ഞില്ല, പക്ഷെ ബാക്കിയുള്ള കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് വിരിയുന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എനിക്ക് അറിയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്, നല്ലതുപോലെ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞുങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള അറിയുന്നില്ല. എല്ലാത്തിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടിച്ച മുട്ടയിൽ 1 or 2 കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങളില്ലാത്തേ ഉള്ളൂ. ബാക്കി ഇതാക്കുന്ന എല്ലാ കോഴിമുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട്. നല്ലതുപോലെ വളർച്ചെത്തിയ കോഴിക്കുഞ്ഞാട്ടോ. ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇൻക്യുബേറ്റർ വേറെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻക്യുബേറ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത മുട്ട എന്തായാലും ഇപ്പൊ ഇങ്ങനെ ആവില്ലല്ലോ. അപ്പൊ എന്തായാലും ഇതാട്ടോ നമ്മുടെ അവസ്ഥ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയാണ്. ഇപ്പോൾ ഈ ഒരു പുതിയ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും കുഞ്ഞുങ്ങളെ വിരിഞ്ഞുള്ളൂ. എന്താ സംഭവം ഒന്നും അറിയില്ല. പറയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അതും ഒന്ന് ചോദിച്ചിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടോ. എനിക്ക് ഒന്നുകൂടി അറിയാൻ അതിനെക്കുറിച്ചിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.